രാവിലെ നല്ല വലിയ അയില കിട്ടി കേട്ടോ. അപ്പം തന്നെ അവരെല്ലാം ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി വരഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് അങ്ങോട്ട് മസാല പുരട്ടി ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ച് കേട്ടോ. വൈകിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേ. വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഓർത്തേ എന്നാൽ പിന്നെ ഇവരെ അങ്ങ് മസാലയ്ക്കകത്ത് പൊതിഞ്ഞെടുത്താൽ എന്താന്നേ. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനിട്ട് കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത്. എന്നിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുത്തു. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ കുറച്ച് സവാളയും 2-3-4 പച്ചമുളകും 2-3 തക്കാളി, കുഞ്ഞ് തക്കാളി ആയതുകൊണ്ട് 2-3 എടുത്ത് കേട്ടോ. പിന്നെ ഒരു കൈ നിറയെ മല്ലിയിലയും കൂടെ ഇട്ട് നല്ലപോലെ കൂടെ അരച്ച് പേസ്റ്റാക്കി അങ്ങ് എടുത്ത് കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ഫിഷൊക്കെ നല്ല റെഡിയായി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കോരി മാറ്റിയെടുത്തിട്ട് അതേ എണ്ണയിലോട്ട് തന്നെ നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. എൻ്റെ പൊന്നോ, ഇതിടുമ്പോൾ നല്ലൊരു മണമാണ്. പക്ഷേ ആ മണം അടിക്കുമ്പോൾ തന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ എരിയെല്ലാം കൂടെ മൂക്കിലോട്ട് കയറി ഞാൻ കുറേ നേരം നിന്ന് തുമ്മി കേട്ടോ. അങ്ങനെ ആ എണ്ണയിലോട്ടിട്ട് മസാലയും എണ്ണയും കൂടെ ഒന്ന് മിക്സാക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ എരിയുണ്ട് ആവശ്യത്തിന്, എന്നാലും സാരമില്ല, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് കുറച്ച് വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ അങ്ങോട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. തൈരുണ്ടെങ്കിൽ തൈരാണല്ലോ ഒഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാ നമ്മുടെ മീൻ ഫ്രൈ ചെയ്തതെല്ലാം ഒന്ന് പറക്കി ഇട്ട് കൊടുക്കുക. അടച്ച് വെച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് തിരിച്ചിട്ടാൽ മസാലയൊക്കെ എല്ലായിടവും ഒന്ന് എത്തിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കഴിക്കുന്ന ചോറിൻ്റെ കൂടാണേ. സോറി, വായിൽ വെള്ളം വരുന്നു കേട്ടോ. ചോറ് അതിനകത്തോട്ട് ആ മസാലയും മീനും എല്ലാം കൂടി ഇട്ട് നല്ല മിക്സ് ചെയ്ത് അങ്ങോട്ട് കുഴച്ച് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്ന് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ബൈ.